വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന പ്രത്യേകതകളുള്ള അമ്പലങ്ങളിൽ ആ മാസം വളരെയധികം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. VIP സന്ദർശനങ്ങൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ അത് വളരെയധികം പ്രശ്നമായി മാറുകയും അവർക്ക് കൃത്യമായ ക്ഷേത്ര ദർശനം നടക്കാതെ പോവുകയും ചെയ്യുന്നത് ആദ്യമായി കാണുന്ന ഒന്നല്ല. ഇപ്പോൾ കണ്ണൂരിൽ അക്കരെ കൊട്ടിയൂർ എന്ന ക്ഷേത്രം തുറന്നിരിക്കുന്ന വേളയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ചടങ്ങുകളും ആളുകളും അങ്ങോട്ട് ദർശനം നടത്താറുണ്ട്. ഈ ഇടയ്ക്ക് പോലും പല രീതിയിൽ വാർത്തയിൽ പ്രാധാന്യം നേടിയൊരു ക്ഷേത്രം കൂടിയാണത്. എന്നാൽ നടൻ സുരേഷ് ഗോപി അവിടേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് മതിയായി ദർശനം ലഭിച്ചില്ല എന്നും നല്ലതുപോലെ ദർശിക്കാൻ സാധിച്ചില്ല എന്നൊരു വിഷമം കൂടി അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കും മഴയുമുള്ള സമയത്ത് വെള്ളത്തിലൂടെ ഇറങ്ങി വേണം വലം വച്ച് ക്ഷേത്ര ദർശനം നടത്താനായി. എന്നാൽ സുരേഷ് ഗോപിക്ക് അത് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും അദ്ദേഹം അതിന്റെ നിരാശ ഇപ്പോൾ പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിൽ മതിയായ ദർശനം നടത്താൻ സാധിക്കാതെ മടങ്ങിയ മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാര്യയ്ക്ക് കൊട്ടിയൂർ പെരുമാളെ തൊഴാൻ അവസരമൊരുക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അമൃതയാണ് അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താൻ എത്തിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പം കൊണ്ടുവരികയും ചെയ്തു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച കൊട്ടിയൂരിൽ ദർശനം നടത്തുന്നതിനായി അമൃത എത്തിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കാണാതിരുന്നും കാത്തിരുന്നിട്ടും ഭക്തജനങ്ങൾക്ക് മൂലം ദർശനം നടത്താൻ പറ്റാതെ മടങ്ങുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കത്തിന്റെ ഭാഗമായി അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന്റെ പനിയങ്കരയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എത്തിയിരുന്നു. കൊട്ടിയൂരിൽ പോയിട്ട് ദർശനം നടത്താൻ സാധിച്ചില്ലെന്ന സങ്കടം അമൃത സുരേഷ് ഗോപിയോട് സ്വാഭാവികമായി പറയുകയായിരുന്നു ഉണ്ടായത്. കേട്ടപാടെ തന്നെ ദർശനം നടത്താമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. തന്നെ കൊണ്ടാകുന്നത് പോലെ തന്നെ സഹായിക്കണം എന്ന് മാത്രമേ സുരേഷ് ഗോപിയുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു. VIP ക്യൂ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും കൃത്യമായ രീതിയിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ സാധിക്കുമെന്നത് തന്നെയാണ് സുരേഷ് ഗോപിയും അവിടെ നോക്കി ചെയ്തതെന്ന് മനസ്സിലാകുന്നു. അതേപോലെ തന്നെ അതേ മേഖലയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. സുരേഷ് ഗോപിയോടൊപ്പം എത്തിയ താരത്തിന് വലിയ സ്വീകരണം തന്നെ ലഭിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മറ്റുള്ള ഭക്തജനങ്ങൾക്കും വലിയ മാർഗതടസ്സവുമില്ലാതെ ഇവർ ദർശനം നടത്തിയത് തന്നെയാണ് ഏറ്റവും നല്ല വാർത്തയായി മാറുന്നത്. ഇത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നടന്നതുകൊണ്ട് തന്നെ ശരിയായി എന്നും പ്രേക്ഷകർ അംഗീകരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.